തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരും, നമ്മള് ദൈവ സ്നേഹത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇപ്പോ ദൈവസ്നേഹം കുടുംബത്തിൽ എന്നതാണ് വിഷയം. സത്യത്തിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയേണ്ടത് നിങ്ങളാണ്, കുടുംബസ്ഥരായ നിങ്ങൾ. ദൈവസ്നേഹം കുടുംബത്തിൽ എന്നുള്ളതിനെ കുറിച്ച് പറയാൻ നിങ്ങളെക്കാൾ പറ്റിയ വേറെ ആരും ഇല്ല. സത്യത്തിൽ ആദിയില് മനുഷ്യനെ സൃഷ്ടിച്ചപ്പോ, ആദത്തെ സൃഷ്ടിച്ച് കഴിഞ്ഞിട്ട് അത്ര അങ്ങോട്ട് ഭംഗിയായില്ല എന്നാണ്. മനുഷ്യൻ ഏകനായിരിക്കും നന്നല്ല, എന്തൊരു കുറവ്, കാര്യമായിട്ട് കുറവുണ്ട്. ആ ഒരു കുറവിൽ ദൈവം അവനെ ഗാഠനിദ്രയിലാഴ്ത്തി എന്നാണ്. ആദത്തെ ഗാഠനിദ്രയിലാഴ്ത്തി, തർദേമ എന്നൊരു വാക്കാണ് കഴിയുള്ളത്. ഗാഠനിദ്രയിലാക്കി. ഒരു ഒരു വലിയൊരു മിസ്റ്റിക്കൽ ഒരു 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 വിവരണമാണത്. അവിടെ ആദം ഇങ്ങനെ അങ്ങടെ ആഴമായ ഒരു ഉറക്കത്തിലേക്ക് പ്രവേശിക്കുന്നു. ആ ദൈവം അവിടെ ഒരു ഇടപെടൽ നടത്തുന്നു, ഒരു ഓപ്പറേഷൻ നടത്തുന്നു. ആദമിന്റെ പത്തവാരി എല്ലുകൊണ്ട് ഹവ്വയെ സൃഷ്ടിക്കുന്നു. എന്താ ഈ കഥ? എന്താ ഇത്? പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന്റെ ഒരു മഹാകഥ. അതാണ് ഈ കുടുംബ സൃഷ്ടി വിവരണ കഥ. കുടുംബ സൃഷ്ടി വിവരണ കഥ. എന്നിട്ട് ആ ദൈവമുണ്ട് ആ മനുഷ്യരോട് കൂടെ ഇങ്ങനെ നടക്കുക, തോട്ടത്തിൽ ഉലാത്തിക്കൊണ്ടും ഒക്കെ ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് പറയുകയും ചെയ്തു, ഇതൊക്കെ നിങ്ങൾക്കുള്ളതാണ് കേട്ടോ, പിന്നെ ഇത് മാത്രം എന്ന് പറയുകയും ചെയ്തു. ഇങ്ങനെ സ്നേഹത്തിന്റെ ഒരു സിമന്റായി ആദത്തിനും ഹവ്വയ്ക്കും ഇടയിൽ ദൈവം. അതാണ് അതിന്റെ രസകരമായ കാര്യം. ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവർക്കൊരു തോന്നല്, സ്വർഗത്തിലെ കട്ടുറുമ്പാണല്ലോ ഈ ദൈവം എന്ന്. അപ്പോ ഈ ദൈവം ഇല്ലാതെ തന്നെ ഞങ്ങൾക്ക് ഒന്ന് ജീവിക്കാൻ പറ്റുമെന്നൊന്ന് കാണട്ടെ. ദൈവമില്ലാതെ ഞങ്ങൾക്ക് ഒന്നിച്ചൊരു സന്തോഷമായിട്ടും നല്ല രസമായിട്ടും ജീവിക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. അങ്ങനെ തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ദൈവത്തെ പടിയിറക്കാൻ അവർ തീരുമാനിക്കുന്നു. ആദിപാപം എന്നുള്ളത്, അനുസരണക്കേട് എന്നുള്ളത് ഒരു വിധത്തിൽ പറഞ്ഞാൽ തങ്ങളെ ഒന്നാക്കി നിർത്തിയ സ്നേഹം തന്നെയായ ദൈവത്തെ അവര് വലിച്ചു പറിച്ച് പുറത്തേക്ക് എറിഞ്ഞ ഒരു സംഭവം. അതോടുകൂടി സംഭവിച്ചത് നമുക്കറിയാം, അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നമായി. എന്താ കാരണം? കാരണം വേറൊന്നുമല്ല, ദൈവമാണ് സ്നേഹം. സ്നേഹത്തെ വലിച്ചെറിഞ്ഞ പിന്നെ കുടുംബത്തിൽ എന്ത് സ്ഥാനം? ദൈവമാണ് സ്നേഹം. സ്നേഹം കുടുംബത്തിൽ ഉണ്ടായാലേ ഭർത്താവിന് സന്തോഷമുള്ളൂ, ഭാര്യയ്ക്ക് സന്തോഷമുള്ളൂ, മക്കൾക്ക് സന്തോഷമുള്ളൂ. ദൈവ സ്നേഹം കുടുംബത്തിൽ. അങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായി, ദൈവത്തെ ധിക്കരിക്കുന്ന ഒരു സംഭവം. പക്ഷെ ദൈവം തോറ്റുകൊടുത്തില്ല. ദൈവം കുടുംബത്തിൽ താൻ നടുക്ക് തന്നെ ഉണ്ടാകണം എന്ന് നിർബന്ധമുള്ള ദൈവമാണ്. അതുകൊണ്ട് ഉൽപ്പത്തി 3:15 പ്രഖ്യാപനം നടത്തി, നടുക്ക് താൻ ഉണ്ടാവും കുടുംബത്തിന്. കുറേ നാൾ കഴിഞ്ഞപ്പോണ്ടടാ, ഔസേപ്പിതാവും മാതാവും നടുക്കൊണ്ട് കിടക്കുന്നു ദൈവം. അപ്പോൾ കുടുംബത്തിന്റെ സെന്ററിൽ നടുക്ക് ദൈവമുണ്ട്. ദൈവത്തിന്റെ സ്നേഹം, പ്രിയപ്പെട്ടവരെ, കുടുംബം നിറഞ്ഞു നിൽക്കണമെന്ന് ദൈവമാണ്. കുടുംബത്തെ പ്രകാശിപ്പിക്കുന്ന സ്നേഹ ബൾബായി കത്തിജ്വലിക്കാൻ ദൈവം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവിടെ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ദമ്പതികൾ, നിങ്ങള് വിവാഹിതരാകാനായിട്ട് നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടിയ രംഗം ഒന്ന് ആലോചിച്ച് നോക്കി. ചിലരൊക്കെ മൂന്നാം കൊണ്ടുവന്നായിരിക്കും, വേറെ ചിലരൊക്കെ വളരെ ഇതെങ്ങനെ സംഭവിച്ചു,
എങ്ങനെ കണ്ടുമുട്ടി? ഇത് എങ്ങനെ? ഇത് ആര് വിചാരിച്ചു? ചില കാര്യങ്ങളൊക്കെ കോയിൻസിഡൻസ് ആയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ നടന്നു. ദൈവം, സ്നേഹത്തിന്റെ ദൈവം നിങ്ങളെ വളരെ ക്രമമായി, അത് മൂന്നാമത്തെ ഒരാളിലൂടെ, ദല്ലാളിലൂടെയോ അല്ലെങ്കിൽ ഒരു വീടിന്റെ അടുത്തുള്ള ഒരാളിലൂടെയോ, അതുമല്ലെങ്കിൽ വഴിയിൽ വെച്ചൊരു കണ്ടുമുട്ടലിലൂടെയോ, അതുമല്ലെങ്കിൽ ഒരിക്കലും ചിന്തിക്കാനാവാത്ത ചില വഴികളിലൂടെയോ ഒക്കെ ദൈവം നിങ്ങളെ ഒരുമിക്കാൻ, അതും വിവാഹമെന്ന കൂദാശയിലൂടെ ഒരുമിപ്പിക്കുകയായി. സ്നേഹത്തിന്റെ കൂദാശ എന്ന് വിളിച്ചോളൂ, വിവാഹം എന്ന കൂദാശ. ദൈവസ്നേഹം. നിങ്ങള് കരങ്ങൾ കോർത്തു, നിങ്ങള് പരസ്പരം ഏറ്റുപറഞ്ഞു, നിങ്ങള് ഉത്തരവാദിത്വം ഏറ്റെടുത്തു, മരണം വരെ തയ്യാറാണെന്ന് പറഞ്ഞു. വർഷങ്ങൾ ഇപ്പോൾ എത്രയായി? വർഷങ്ങൾ ഇപ്പോൾ എത്രയായി? ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ കുടുംബങ്ങളിൽ എത്ര തീക്ഷ്ണമായി അനുഭവിക്കാൻ നിങ്ങൾക്ക് കഴിയും? ദൈവത്തിന്റെ സ്നേഹം നിങ്ങളുടെ കുടുംബങ്ങളിൽ അണഞ്ഞുപോയ നിമിഷങ്ങളുണ്ടോ? അങ്ങനെ ദൈവത്തിന്റെ സ്നേഹം കെട്ടുപോയ നിമിഷങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ ഇടയായിട്ടുണ്ടോ? അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ അനുഭവങ്ങൾ അത് നിങ്ങൾക്ക് സമ്മാനിച്ചത് എന്താ? അത്തരം നിമിഷങ്ങളിൽ നിങ്ങളുടെ പരസ്പരമുള്ള ഇടപെടൽ, സംസാരം, രീതികൾ എങ്ങനെയായിരുന്നു? ആലോചിച്ചു നോക്കുക. പ്രിയപ്പെട്ടവരെ, ദൈവ സ്നേഹം വ്യക്തികളിൽ തീർച്ചയായും പരിശുദ്ധാത്മാവ് വ്യക്തികൾക്ക് നൽകുന്നു. പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് സ്നേഹം. പക്ഷെ ഒന്ന് ആലോചിക്കണമേ, ദൈവ സ്നേഹത്തിന്റെ ഏറ്റവും സുന്ദരമായ പ്രകാശനം അത് കുടുംബത്തിലാണ്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ദൈവസ്നേഹം എന്ന് പറഞ്ഞൊരു മൂന്നാമത്തെ കാര്യം ഇങ്ങനെ ഒന്നും ജ്വലിക്കില്ല. മറിച്ച് അത് ജ്വലിക്കുന്നത് ഭർത്താവിന്റെ ഹൃദയത്തിലാണ്, അത് ജ്വലിക്കുന്നത് ഭാര്യയുടെ ഹൃദയത്തിലാണ്. സ്നേഹത്തിന്റെയും കരുണയുടെയും ക്ഷമയുടെയും ദയയുടെയുമായ വലിയ ദൈവ സാന്നിധ്യം കുടുംബങ്ങളിൽ ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം ഭർത്താവിലുണ്ട്, ഭാര്യയിലുണ്ട്, മക്കളിലുണ്ട് എന്ന്. കുടുംബം ഒന്നിച്ച് ദൈവ സ്നേഹത്തിൽ ആഴപ്പെടാൻ പ്രാർത്ഥിക്കുക. ഇനി ദൈവത്തിന്റെ മഹത്തായ സ്നേഹത്തെക്കുറിച്ച് കുടുംബം ഒന്നിച്ച് ബോധ്യപ്പെടുക. അപ്പോൾ എത്ര വലിയ സ്നേഹമാണ് ദൈവം ഞങ്ങളോട് കാണിച്ചത്, ഞങ്ങളെ ഇങ്ങനെ ഒരു കുടുംബമാക്കുന്നത്. ഇപ്പൊ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ, എന്റെ ദൈവമേ, അങ്ങയുടെ സ്നേഹം ഞാൻ എൻ്റെ ഭാര്യയിലൂടെ അറിഞ്ഞു, അങ്ങയുടെ സ്നേഹം എൻ്റെ ഭർത്താവിലൂടെ അറിഞ്ഞു, അങ്ങയുടെ സ്നേഹം എൻ്റെ മക്കളിലൂടെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ദൈവമേ, ഞാൻ അങ്ങേക്ക് നന്ദി പറയും. ദൈവത്തിന്റെ സ്നേഹം ബോധ്യപ്പെടുക തൊട്ടടുത്തുണ്ട്. ഭാര്യയുടെ സ്നേഹത്തിലൂടെ, മക്കളുടെ സ്നേഹത്തിലൂടെ, അപ്പന്റെയും അമ്മയുടെയും ഒക്കെ സ്നേഹത്തിലൂടെ ദൈവത്തിന്റെ സ്നേഹത്തെ ബോധ്യപ്പെടുക. നേരത്തെ ഞാൻ പറഞ്ഞു, ദൈവ സ്നേഹത്താൽ നിറയാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ ബോധ്യപ്പെടല് ഒരു വശമാണ്. രണ്ട്, ദൈവസ്നേഹത്താൽ നിറയാൻ പ്രാർത്ഥിക്കുക. പ്രിയപ്പെട്ടവരെ, ക്രിസ്തു മതം എന്നത് ദൈവസ്നേഹത്തിന്റെ മതം. ഏറ്റവും കൂടുതൽ ക്രൈസ്തവ വിശ്വാസത്തിൽ പറയുന്ന പദവും സ്നേഹം, 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 സ്നേഹം. ബൈബിളിലും ദൈവം സ്നേഹമാകുന്നു എന്നാണ് പറഞ്ഞു വെച്ചത്. സ്നേഹം, 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 എവിടെയും സ്നേഹം, സ്നേഹം. ഈ സ്നേഹം നമ്മളിലൂടെ ശരിക്ക് കുടുംബത്തിൽ പരക്കണം, എന്നിലൂടെ പരക്കണം. ദൈവമേ, ദൈവസ്നേഹത്തിന്റെ നല്ലൊരു ഇൻസ്ട്രുമെന്റ് ആക്കി എന്നെ മാറ്റി പ്രാർത്ഥിക്കും. ദൈവസ്നേഹത്തിന്റെ ഒരു ഉപകരണമാക്കി എന്നെ മാറ്റണം. മോനെ, ദൈവം നമ്മളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പച്ചാ അതെങ്ങനെ കാണും എന്ന് മോൻ ചോദിക്കാൻ ഇടയാവരുത്.
അപ്പന്റെ സ്നേഹത്തിൽ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ റിഫ്ലക്ഷൻ, പ്രതിഫലനം കുഞ്ഞിന് ശരിക്ക് തൊട്ടെടുക്കാൻ കഴിയട്ടെ. ഇനി ദൈവസ്നേഹം കുടുംബത്തിൽ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ശരിയാണ്, ഇടയ്ക്ക് നമ്മുടെ ഇടയിൽ കുറച്ച് അസ്വസ്ഥതകളും പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഇതൊക്കെ വരും. പക്ഷേ ദൈവസ്നേഹം നിറഞ്ഞ ഒരു കുടുംബത്തിൽ അവയ്ക്കൊന്നും നീണ്ട സ്ഥാനമില്ല, അവയ്ക്കൊന്നും നീണ്ട അസ്തിത്വമില്ല. പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ ഉണ്ടെങ്കിൽ അവിടെ അപ്പ തീർത്തേക്കുക. ദൈവസ്നേഹത്തിന് സ്വന്തം കുടുംബത്തെ പൂർണ്ണമായും നമുക്ക് സമർപ്പിക്കാം. എന്റെ കർത്താവെ, ഞങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും ബുദ്ധിമുട്ടുകളും അഭിപ്രായ ഭിന്നതകളും ഒക്കെ അങ്ങയുടെ സ്നേഹത്തെ പ്രതി എത്രയും പെട്ടെന്ന് ഞങ്ങൾ തരണം ചെയ്യാൻ ഇതാ ഞങ്ങൾ തീരുമാനിക്കും. ദൈവസ്നേഹം കുടുംബത്തിൽ അതൊരു തീരുമാനത്തിലൂടെയാണ് പ്രിയപ്പെട്ടവർ. ഇന്ന് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങള് സ്നേഹത്തോടുകൂടി തീരുമാനമെടുക്കുക. അപ്പച്ചനും അമ്മച്ചിയും മക്കളും ഒക്കെ തമ്മിലുള്ള പ്രശ്നങ്ങള് അവിടെ വെച്ച് തീർത്ത് സ്നേഹത്തിൽ വീണ്ടും ഒന്നിച്ച് മുന്നോട്ട് പോകാം. പ്രിയപ്പെട്ടവരെ, സ്നേഹത്തിന് വിരുദ്ധമായ രീതികളോ ശൈലികളോ സംസാരങ്ങളോ നമ്മൾ ഒഴിവാക്കുന്നുണ്ട്. ദൈവമേ, എന്റെ മനസ്സിനെ അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണമേ, എന്റെ ചിന്തകൾ അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണമേ, എന്റെ വാക്കുകൾ അങ്ങയുടെ സ്നേഹം കൊണ്ട് ജ്വലിക്കുന്ന വാക്കുകളാണ്. എന്റെ വാക്കുകൾ സ്നേഹം കൊണ്ട് അനേകരുടെ ഹൃദയങ്ങളെ ജ്വലിപ്പിക്കുന്ന വാക്കുകളാണ്. എന്റെ നിലപാടുകൾ, എന്റെ പ്രവൃത്തികൾ, ദൈവമേ അങ്ങയുടെ സ്നേഹം എന്റെ ജീവിതത്തിലും എന്റെ കുടുംബ ജീവിതത്തിലും എന്റെ സമൂഹ ജീവിതത്തിലും പരത്തുന്ന ഒന്നാകട്ടെ എന്റെ നിലപാടുകൾ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബത്തിൽ കേന്ദ്രസ്ഥാനത്ത് ആ തിരുഹൃദയമുണ്ട്. നമുക്കറിയാം, ഈശോയുടെ തിരുഹൃദയം അത് നമ്മുടെ കുടുംബത്തിൽ കേന്ദ്രസ്ഥാനത്ത് വച്ചിരിക്കുന്നത് ദൈവസ്നേഹം കുടുംബത്തിൽ എന്ന ഒരു വലിയ എഴുത്തായി, വലിയൊരു ബാനറായി നമ്മൾ കാണും. അല്ലേ? എല്ലാ കുടുംബങ്ങളിലും ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപമില്ലേ? ഈശോയുടെ തിരുഹൃദയത്തിന്റെ രൂപം എല്ലാ കുടുംബത്തിലും ഏറ്റവും കേന്ദ്രഭാഗത്തുണ്ട്. മത്തയോ ക്രൗളി എസ് ജെ അച്ഛനാണ്. അദ്ദേഹം ഇവിടെയൊക്കെ നടന്ന് പ്രചരിപ്പിച്ചതാണ് തിരുഹൃദയ ഭക്തി. ജസ്യൂട്ട് അച്ഛന്മാരാണ് തിരുഹൃദയ ഭക്തിയുടെ കാര്യത്തിൽ പ്രത്യേകം താല്പര്യം എടുത്തത്. അങ്ങനെ അവര് ഈ തിരുഹൃദയ രൂപം ഒക്കെ പരത്തി. അടിസ്ഥാനപരമായി അത് ദൈവസ്നേഹം കുടുംബത്തിൽ എന്നതാണ്. ദൈവത്തിന്റെ സ്നേഹം അനുഭവിക്കുന്ന കുടുംബം എന്നും ദൈവത്തെ സ്നേഹിക്കുന്ന കുടുംബം എന്നും പരസ്പരം സ്നേഹിക്കുന്ന കുടുംബം എന്നും സ്നേഹത്തിന്റെ അലയടികൾ മറ്റു കുടുംബങ്ങളിലേക്കും സമൂഹത്തിലേക്കും പരത്തുന്ന കുടുംബമെന്നും ഒക്കെ തിരുഹൃദയ രൂപത്തിന് അർത്ഥമുണ്ടെന്നേ. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹം ഒരു കൂദാശയിലൂടെ നിങ്ങളെ ഒന്നിപ്പിച്ചു സ്നേഹത്തിന്റെ സാക്ഷികളാകാൻ, സ്നേഹത്തിന്റെ അനുഭവസ്ഥരാകാൻ, സ്നേഹത്തിന്റെ കൈമാറ്റക്കാരാകാൻ. നിങ്ങളുടെ സ്നേഹത്തിലാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ജനിച്ചത്. ഓർക്കണമേ, നിങ്ങളുടെ സ്നേഹത്തിലാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ജനിച്ചത്. ദൈവസ്നേഹത്തിന്റെ ഒരു രൂപം തന്നെയാണ് ദമ്പതിമാരുടെ സ്നേഹം. നന്ദി പറയുക ദൈവത്തിന്. ദൈവമേ, അങ്ങയുടെ സ്നേഹം ഞങ്ങളിലൂടെ ഒരു കുഞ്ഞിന്റെ ജന്മത്തിന് ഇടയാക്കിയതിന് എനിക്ക് നന്ദി പറയുന്നു. ഈ കുഞ്ഞിലേക്ക് കൂടുതൽ സ്നേഹം പകർന്നു നൽകാൻ ഞങ്ങൾക്ക് അങ്ങ് തുക നൽകണമേ. സ്നേഹത്തിന്റെ വലിയ സംക്ഷേപകരാക്കാൻ അല്ലെങ്കിൽ പ്രേക്ഷിതരാകാൻ ഞങ്ങളെ സഹായിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവസ്നേഹത്തിന്റെ
ഏറ്റവും സുന്ദരമായ കാഴ്ച നമ്മൾ കണ്ടത് ഈശോയിലാണ്. ഈശോയിൽ. അതുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലുള്ള ക്രൂശിത രൂപമോ തിരുഹൃദയത്തിന്റെ രൂപമോ ഈശോയുടെ സ്റ്റാച്യുവോ ഇതെല്ലാം നമ്മളിൽ ദൈവസ്നേഹത്തിന്റെ നേർക്കാഴ്ച എന്ന ചിന്ത ഉണർത്താം. പ്രാർത്ഥനകൾ. ഹലോ, സമയമായിട്ടുണ്ടല്ലേ? ഓക്കെ, സമയമായിട്ട്. താങ്ക് യു കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് കുടുംബത്തിലെ ദൈവ സ്നേഹത്തെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനവും ചിന്തയും തുടരുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കും.